ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു വഴിയുണ്ടല്ലേ, കാടിനകത്തൂടെ ഇട്ടത്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നാട്ടിലായിട്ടുള്ളത്, അതായത് നിലമ്പൂർ. അപ്പോൾ ഇന്ന് നമ്മൾ ഈ നിലമ്പൂരിൽ നിന്ന് ഒരു 56 കിലോമീറ്റർ മാറിയിട്ടൊരു നീഡിൽ റോക്ക് വ്യൂ പോയിൻ്റ് ഉണ്ട്. അതായത് നമ്മുടെ കേരള തമിഴ്നാട് ബോർഡറായ ഗൂഡല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നതാട്ടോ ഈ വ്യൂ പോയിൻ്റ്. അപ്പോൾ ഇന്ന് നമ്മളത് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇന്നൊരു ഞായറാഴ്ച കേട്ടോ. ഞാൻ ഈ പോകുന്ന ഒരു ഏരിയ ഉണ്ടല്ലേ, അത്യാവശ്യം ചെറിയൊരു ഫോറസ്റ്റ് പോലുള്ളൊരു ഏരിയ കേട്ടോ. അപ്പം ഞാൻ തനിച്ചല്ല പോകുന്നത്, എൻ്റെ കൂടെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ട്. അപ്പോൾ അവൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പം ഇവിടുന്ന് കുറച്ച് താഴത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ അതിലൊരു വഴി കാണാൻ പറ്റും. ആ ഒരു വഴിയായിട്ട് നമുക്ക് അവൻ്റെ വീട്ടിലോട്ട് പോകേണ്ടത്. അപ്പം നമുക്ക് ഇതിലിങ്ങനെ നടന്ന് അങ്ങോട്ട് പോകണം. ഈ ഒരു വഴി ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ആ കാടിനുള്ളിലോട്ടൊക്കെ വഴിയാണ് കേട്ടോ. നമുക്ക് പോകേണ്ട അതിലല്ല, നമുക്ക് പോകേണ്ട കുറച്ചൊരു താഴത്തോട്ട് ഇറങ്ങിയിട്ടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അതിലെങ്ങനെ പോവാം. ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു വഴിയുണ്ടല്ലേ, കാടിനകത്തൂടെ ഇട്ടത്. വലിയ പേടിക്കാനുള്ള കാടൊന്നുമല്ല, ആകെയുള്ളത് കുറച്ച് കാട്ടുപന്നി കേട്ടോ. കാട്ടുപന്നീനെയും പേടിക്കണം, ഏതായാലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് ആൾക്കാരൊക്കെ നടക്കുന്ന വഴിയാണ്. അപ്പോൾ ഇതിലെങ്ങനെ ഒരു 200 മീറ്റർ നടന്നിട്ട് വേണം നമുക്ക് അവൻ്റെ വീടിൻ്റെ ഭാഗത്തോട്ട് എത്താൻ. അങ്ങോട്ട് പ്രോപ്പറായിട്ടുള്ള വഴിയൊക്കെ ഉണ്ട് കേട്ടോ, വണ്ടിയൊക്കെ പോകുന്ന വഴിയുണ്ട്. ഇത് കുറച്ച് എളുപ്പമുള്ള വഴി കേട്ടോ, അതുകൊണ്ടാണ് ഈ റൂട്ടിന് പോകുന്നത് നമ്മൾ. എന്തായാലും നമുക്ക് ഈ വഴി ഇങ്ങനെ നടക്കാം കേട്ടോ. കിളികളെ കരച്ചിലൊക്കെ കേൾക്കാം നമുക്ക്. പോകുന്ന സ്ഥലം ഉണ്ടല്ലോ, നീഡിൽ റോക്ക് വ്യൂ പോയിൻ്റ്, അത് നമ്മുടെ കേരള തമിഴ്നാട് ബോർഡറിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു 10-20 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഹെയർ പിന്നുകളാട്ടോ വരുന്നത്. അടിപൊളിയായിരിക്കും അങ്ങോട്ടുള്ള യാത്ര. എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ. നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ട് അവൻ്റെ വീടിൻ്റെ ഭാഗത്തോട്ട്. ഇതിനകത്തുനിന്നൊക്കെ മനുഷ്യന്മാരുടെ ഒച്ചയൊക്കെ കേൾക്കാം കേട്ടോ. ഈ വിറക് കുടിക്കാൻ വരുന്നവരൊക്കെ കാണും ഇതിനകത്ത്. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങനെ പോവാൻ. നമ്മൾ ഏകദേശം അവൻ്റെ വീടിനടുത്ത് എത്തിട്ടോ. ഇവിടെ ആയിട്ട് നമുക്ക് കുറച്ച് വീടുകളൊക്കെ കാണാം. ഈ ഭാഗത്ത് കാണാം കുറച്ച് വീടുകൾ. ഈ ഒരു വഴി ഇങ്ങനെ പോയിട്ട് നമുക്ക് അതിനകത്തോട്ട് കയറണം. എന്നിട്ട് വേണം അവൻ്റെ വീടിൻ്റെ അടുത്തെത്താൻ കേട്ടോ. ഒരു വണ്ടിയൊക്കെ കിടക്കുന്നതാണ്. ഈ ഒരു വഴിയാണ് നമുക്ക് അകത്തോട്ട് കയറേണ്ടത്. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം കേട്ടോ. അങ്ങനെ നമ്മൾ അവൻ്റെ വീടിൻ്റെ ഭാഗത്തെത്തി. എന്താ കിടക്കുന്ന കേട്ടോ, അവൻ്റെ വണ്ടിയാണ് കിടക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് പട്ടിയുടെ വരെ കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിനി ഇവിടുന്ന് ഇറക്കിയിട്ട് ഇവിടുന്ന് പോകാം കേട്ടോ. ഇവിടെ വീട് പണിയൊക്കെ നടക്കുന്നതാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു കേട്ടോ, അവൻ്റെ വീട്ടിലോട്ട് വേറൊരു വഴിയുണ്ട്. ആ ഒരു വഴിയാട്ടോ ഈ കാണുന്നത്. നമുക്കിതിലങ്ങനെ പോയിട്ട് അങ്ങോട്ടാണ് പോകേണ്ടത്. വണ്ടിയൊക്കെ പോകുന്ന വഴിയാട്ടത്. എന്തായാലും ഒന്ന് ഇറങ്ങി വരട്ടെ. നിലമ്പൂരിൽ നിന്ന് ഏകദേശം ഒരു 10-20 കിലോമീറ്റർ സഞ്ചരിച്ച് നമ്മൾ ആനമുറി ചെക്ക് പോസ്റ്റൊക്കെ കഴിഞ്ഞ് ഹെയർ പിന്ന് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇനി നമുക്കൊരു 10-20 കിലോമീറ്റർ മുകളിൽ എന്തായാലും സഞ്ചരിക്കാനുണ്ട്. നമ്മുടെ വണ്ടി തട്ടോടെ കിടക്കുന്നത്. അതുപോലെ ഇവിടുന്ന് താഴത്തോട്ടൊരു വ്യൂ നോക്കി അടിപൊളിയായിട്ട് നമ്മൾ വന്ന വഴിയൊക്കെ ആ ഒരു ഭാഗത്തായിട്ട് കാണാം. പൊള്ളി വ്യൂ ആണ് ഇവിടെ. ഇതൊരു ചെറിയ വ്യൂ പോയിൻ്റ് ആട്ടോ. ഇത് അടിപൊളി കാഴ്ചയാണ് ഇവിടുന്ന് താഴത്തോട്ട്. വൈകിട്ടൊരു 3 മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കോടയൊക്കെ ആയിരിക്കും. അപ്പോൾ പൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി ഭാഗം കൂടെ കയറാം. ഇതാണ് കേട്ടോ നമ്മുടെ ഊട്ടിയിലോട്ടൊക്കെ പോകുന്ന റൂട്ടാണിത്. ഒരുപാട് വണ്ടികളൊക്കെ ഇറങ്ങി വരുന്നതാണ്. അത്യാവശ്യം ആൾക്കാരൊക്കെ ഇവിടെ വണ്ടി നിർത്തിയിട്ട് കാണുന്നതാട്ടോ ഈ ഒരു ഏരിയ ഒക്കെ. അപ്പോൾ എന്തായാലും നമുക്കിനി ഇവിടുന്ന് ബാക്കി ഭാഗം കൂടെ കയറി നോക്കാം.
ഹെയർ പിന്നൊക്കെ കയറി നാടുകാണി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിട്ടോ. ആ ഭാഗത്തായിട്ടാണ് നാടുകാണി ജംഗ്ഷൻ വരുന്നത്. നമ്മളിവിടെ മെയിനായിട്ട് വണ്ടി നിർത്തിയത് ഒരു ചായ കുടിക്കാനാട്ടോ. ഇനി ഇവിടുന്ന് ഗൂഡല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് ഒരു 11-12 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നമുക്ക് ചായ എന്തെങ്കിലും കുടിച്ചിട്ട് അങ്ങോട്ട് പോകട്ടോ. ഇപ്പോൾ സമയം ഏകദേശം ഉച്ചയൊക്കെ ആയി. എന്തായാലും നമ്മൾ ചായ കുടിച്ചിട്ട് ഇവിടുന്ന് പോകാം. ഈ ഭാഗത്തായിട്ടൊരു കടയിൽ കാണാം. അപ്പം നമുക്ക് ആ ഒരു ഭാഗത്തോട്ട് പോകട്ടെ. ഇനി അങ്ങനെ നമ്മൾ ചായക്കടയുടെ ഉള്ളിലോട്ട് കയറിയേക്കാം കേട്ടോ. ഇവിടെ എടുത്തിരിക്കുന്നുണ്ട്, ചായ പറഞ്ഞിട്ടുണ്ട്. ചായ വരട്ടെ, എന്നിട്ടത് കുടിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് ഗൂഡല്ലൂർ ഭാഗത്തോട്ട് പോകാം. അപ്പോൾ അതാ നമ്മുടെ ചായയും വടയും വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ കുടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അടുത്ത് ഈ വടയും ഈ ഒരു ചട്നി കൊടുക്കുന്നത് ടേസ്റ്റ് കേട്ടോ. നല്ല എരിവുള്ള ചട്നി, നല്ല ചൂട് വടയും ഈ ഒരു ചെറിയൊരു തണുപ്പത്ത് കഴിക്കാൻ തന്നെ അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും നമുക്കിനി ഇത് കഴിച്ചിട്ട് കാണാം കേട്ടോ. ഇവിടെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. നമ്മളങ്ങനെ ചായയുടെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിട്ടോ. നമ്മളിനി ഇവിടുന്ന് ഗൂഡല്ലൂർ ഭാഗത്തേക്ക് പോവാണ്. ഗൂഡല്ലൂർ എത്തിയിട്ട് ഒരു 8 കിലോമീറ്ററും കൂടെ നമുക്ക് പോകണം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് വണ്ടി എടുക്കാം. നമ്മൾ ചായ പിടിച്ച കടയായിരുന്നു കേട്ടോ കണ്ടത്. അവിടെ കാണുന്നതാണ് നമ്മൾ ചായ പിടിച്ച കട. എന്തായാലും നമുക്കിനി ഇവിടുന്ന് വണ്ടി എടുത്ത് പോവാം. നീഡിൽ റോക്ക് വ്യൂ പോയിന്റിൻ്റെ എൻട്രി ഭാഗത്തെത്തിട്ടോ. ഈ ഭാഗത്തൊക്കെയായിട്ട് നമുക്ക് ഒരുപാട് വണ്ടികളൊക്കെ നിർത്തിയേക്കുന്നതാണ്. അതുപോലെ ഇവിടെ ഒരു കഫേ ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് കയറേണ്ടതൊക്കെ ആ ഒരു സൈഡിൽ കൂടിയാണ്. അതുപോലെ ഇവിടെ എന്തോ ഒരു ടിക്കറ്റ് ചാർജ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. 20 രൂപ കേട്ടോ ടിക്കറ്റ് ചാർജ്. നമുക്ക് പോകേണ്ട വഴിയൊക്കെ ഇതിനകത്ത് കൂടെ ഇങ്ങനെ കാണാം. അവിടെ കാണാം ചെറിയൊരു വഴി ഇങ്ങനെ കാണാം. നമുക്ക് അതിലാണ് നമുക്ക് പോകേണ്ടത്. അതുപോലെ എൻട്രി ടിക്കറ്റൊക്കെ വരുന്നത് ആ ഒരു സൈഡിലാട്ടോ. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയേക്കാം. ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ഒരുപാട് വണ്ടികളൊക്കെ നിർത്തിയേക്കുന്നത് കാണാം. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം പോയി ടിക്കറ്റ് എടുത്തിട്ട് അകത്തേക്ക് കയറാം കേട്ടോ. ഒരു ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോകാം കേട്ടോ. ടിക്കറ്റ് ഈ ഒരു ഭാഗത്ത് എവിടെയോ ആണെന്നാണ് പറഞ്ഞത്. അപ്പം അവിടെ പോയി ടിക്കറ്റ് എടുത്തിട്ട് വരാം. ഒരുപാട് പേര് ഇപ്പോഴും വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് കയറി കേട്ടോ. നമുക്ക് പോകാനുള്ള വഴിയാണ് ഈ കാണുന്നത്. ഇതിലിങ്ങനെ കുറച്ച് നടക്കാണ്ട് കേട്ടോ. ഒരു 250 മീറ്റർ നടക്കാണ്ട്. അത്യാവശ്യം നല്ല കുത്തനുള്ള കയറ്റമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നടന്നു തുടങ്ങാം. സ്റ്റെപ്പാണ്, വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നടക്കാൻ പറ്റുന്ന വഴി തന്നെയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വഴി ഇങ്ങനെ നടന്ന് മേളിലോട്ട് കയറാം. നമ്മളങ്ങനെ കുറച്ച് താഴത്തോട്ട് ഇറങ്ങിട്ടോ. ഇവിടെ നമുക്ക് ഈ ഒരു വ്യൂ പോയിൻറ്റിൻ്റെ ആ ഒരു ഭാഗമൊക്കെ ഇങ്ങനെ അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ അതിൻ്റെ മണ്ടയിലായിട്ട് വരയാടിൻ്റെ 2 സ്റ്റാച്ചു പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് കാണാം കേട്ടോ. ഒരുപാട് പേര് കയറി പോകുന്നൊക്കെ ഉണ്ട്. അതുപോലെ നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന വഴിക്ക് തന്നെ നമുക്ക് ടോയ്ലറ്റ് സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ വരുന്നവർക്ക് അത്യാവശ്യം യൂസ് ചെയ്യാനൊക്കെ അങ്ങോട്ട് കയറാം. അതിന് പ്രത്യേകിച്ച് പൈസ ഒന്നും ഇല്ലാന്ന് തോന്നുന്നു കേട്ടോ. അതുപോലെ ഇവിടുന്ന് അങ്ങോട്ടുള്ളൊരു വ്യൂ ഉണ്ടല്ലേ, അടിപൊളിയാണ്. നമ്മളങ്ങനെ ആ ഒരു വഴി ഇങ്ങനെ നടന്ന് ഏകദേശം അടുത്തെത്താറായിട്ടോ. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ഗൂഡല്ലൂർ ടൗണൊക്കെ കാണാം. അതുപോലെ അവിടെ ആയിട്ട് ഒരു ടീ എസ്റ്റേറ്റൊക്കെ കാണാം കേട്ടോ. നമുക്ക് ഒരു ഫാക്ടറി കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ നേരത്തെ കണ്ട ആ വരയാടിൻ്റെ ശില്പം ഇതാട്ടോ ഈ ഒരു ഭാഗത്ത്. നമ്മൾ വന്ന വഴിയൊക്കെ അതിലെങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാട് പേര് ഇപ്പോഴും കയറി വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തിരിച്ചിറങ്ങി പോകുന്നൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിനി കുറച്ച് ഭാഗം കൂടെ നടക്കാനുണ്ട്. അതും കൂടെ നടക്കാം കേട്ടോ. നമ്മളങ്ങനെ ഏകദേശം ഇതിൻ്റെ ഒരു എൻഡിലെത്തിട്ടോ. ഈ ഒരു ഭാഗത്തുള്ളൊരു പാറയുടെ ഒക്കെ സൈസ് കണ്ടില്ലേ, നല്ല സൈസ് ഉണ്ട്. അതുപോലെ ഇതിൽ കുറച്ച് വഴിയും കൂടെ കാണാം. അവിടെയൊക്കെ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും നമുക്കിങ്ങനെ നടക്കാം. ഇവിടുന്ന് അങ്ങോട്ടൊക്കെ ഉള്ളൊരു കാഴ്ച നോക്കി, അടിപൊളി വ്യൂ കേട്ടോ. ആ ഒരു ഭാഗത്തായിട്ട് നല്ല ഹൈറ്റിലും മലകളും, അതുപോലെ ആ ഭാഗത്തായിട്ട് ഗൂഡല്ലൂർ ടൗണൊക്കെ കാണാൻ പറ്റും. നമുക്ക് ഊട്ടിയൊക്കെ വരുന്നത് ഈ ഒരു ഭാഗത്തോട്ടോ കേട്ടോ. നമുക്കിങ്ങനെ കറങ്ങി വേണം പോകാൻ. എന്താ നമുക്ക് ഈ ഒരു വഴി ഇങ്ങനെ നടന്ന് പോവാം. അതുപോലെ സമയം ഇപ്പോൾ ഏകദേശം ഉച്ച 1 മണി 1:30 ആവാറായിട്ടോ. നല്ല തിരക്കും അതുപോലെ നല്ല വെയിലുമുണ്ട്. ഇപ്പോഴും ഒരുപാട് പേര് ഇറങ്ങി വരുന്നതൊക്കെ കാണാം കേട്ടോ. നമുക്ക് നമ്മളങ്ങനെ ഏകദേശം ഇതിൻ്റെ ഒരു എൻഡിലെത്തിട്ടോ. ഈ ഭാഗത്തായിട്ട് നമുക്കൊരു ടവർ കാണാൻ പറ്റും, ഒരു വാച്ച് ടവർ പോലെ ഒരു സംഭവം. ഇവിടെ നമുക്ക് താഴത്തോട്ടുള്ള അടിപൊളി കാഴ്ചകൾ കാണാം കേട്ടോ. നമ്മൾ ഇത്രയും നേരമൊക്കെ കണ്ടത് ഈ ഒരു സൈഡായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പുറത്തൊരു സൈഡ് നമുക്ക് കംപ്ലീറ്റ് ഫോഗ് മൂടി കിടക്കുന്നതാണ്.
ഈ ഒരു ഭാഗം കണ്ടില്ലേ, അത്യാവശ്യം നല്ല രീതിയിൽ ഫോഗ് മൂടി കിടക്കുന്നത് കാണാം കേട്ടോ. ആ ഭാഗത്തൊക്കെ ആയിട്ട് നല്ല രീതിയിൽ കൃഷി സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പൊളി വൈബാട്ടോ. നമ്മൾ ഈ ഇടയ്ക്ക് കോടനാട് വ്യൂ പോയിന്റിൽ പോയിരുന്നു കേട്ടോ. ഏകദേശം അതേപോലെയൊക്കെ തോന്നിക്കുന്ന സ്ഥലമാണ്. അതുപോലെ നല്ല ഫോഗ് ഉണ്ട് കേട്ടോ. സമയം ഇപ്പോൾ ഏകദേശം 2:30 ആവാറായിട്ടുണ്ട്. നല്ല ഫോഗ് ഉണ്ട്. ആ ഭാഗത്തൊക്കെ ആയിട്ട് കൃഷി സ്ഥലങ്ങളൊക്കെ കാണാം കേട്ടോ. നമുക്ക് നമ്മൾ വന്ന വഴിയൊക്കെ ആ ഒരു ഭാഗത്ത് കാണാൻ പറ്റും. ആ ഒരു ഭാഗത്ത് കാണാം കേട്ടോ. നമുക്ക് വന്ന വഴി വണ്ടിയൊക്കെ പോകുന്നതാണ്. അതുപോലെ ഇവിടെ ചെയ്തതാണ് ഒരു വരയാടിൻ്റെ സ്റ്റാച്ചു. നമുക്ക് വേണമെങ്കിൽ ആ ഒരു ഭാഗത്തോട്ടൊക്കെ ഇറങ്ങി പോട്ടോ. പക്ഷേ സെക്യൂരിറ്റി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഫൈൻ കിട്ടുക, അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും പണി വരാൻ സാധ്യതയുണ്ട്. അങ്ങോട്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. എന്തായാലും അടിപൊളിയാട്ടോ. നമ്മുടെ ഈ നിലമ്പൂർ ഭാഗത്തുനിന്ന് ഏകദേശം ഒരു 10-60 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ ഈ ഒരു നീഡിൽ റോക്ക് വ്യൂ പോയിന്റിലെത്തും. ഒരു ദിവസമൊക്കെ നമുക്ക് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പ്ലേസ് ആട്ടത്. അതുപോലെ ഈ ഒരു ഭാഗത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ വന്ന വഴിയും അതുപോലെ അതിലെ വണ്ടി പോകുന്നത് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ വണ്ടി പോകുന്നത് കാണാം. അതുപോലെ നമ്മൾ കയറി വന്നതൊക്കെ ഈ ഒരു സൈഡിൽ നിന്നായിരുന്നു. നമുക്ക് വേണമെങ്കിൽ ആ ഒരു എൻഡ് വരെയൊക്കെ പോകാം കേട്ടോ. പക്ഷേ അത്ര സെക്യൂർ അല്ല, അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകണില്ല. നമ്മൾ ആ വ്യൂ പോയിൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് തിരിച്ചു പോകാം കേട്ടോ. നമുക്ക് മുന്നേ വന്നവരൊക്കെ അതാ പോകുന്നുണ്ട്. അതുപോലെ ഈ ഒരു ഭാഗത്തെ ഫോഗൊക്കെ അത്യാവശ്യം കുറഞ്ഞു വരുന്നുണ്ട് കേട്ടോ. വെയിലിന് വലിയ ചൂടൊന്നുമില്ല, അതുകൊണ്ട് നമുക്ക് വലിയ ക്ഷീണമൊന്നുമില്ല കേട്ടോ. പിന്നെ ഇങ്ങോട്ട് ട്രക്ക് ചെയ്ത് വരുന്നതിൻ്റെ ഒരു കുഴപ്പമുള്ളൂ. ഒരു 200 മീറ്റർ, ഒരു 300 മീറ്ററിനടുത്ത് നടക്കാണ്ട് കേട്ടോ ഇങ്ങോട്ട് മെയിൻ റോട്ടിൽ നിന്ന്. അതുപോലെ ഇവിടെ ബസ്സൊക്കെ നിർത്തും. നമുക്ക് ഊട്ടി ബസ്സിന് കയറുകയാണെന്നുണ്ടെങ്കിൽ ഈ നീഡിൽ റോക്ക് വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റോപ്പൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ആ ഒരു മെയിൻ വഴിയിൽ നിന്ന് ഈ റെഡ് വഴി ഇങ്ങനെ കയറിയതാ കേട്ടോ. നമ്മൾ നേരത്തെ കണ്ട ഒരു വരയാടിൻ്റെ ആ ഒരു സ്റ്റാച്ചു ഒക്കെ മുകളിൽ കാണാം. അതുപോലെ ഈ ഒരു പാറയുടെ സൈസൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തോട്ടൊരു അടിപൊളി വ്യൂ പോയിൻ്റ്, അതുപോലെ നമ്മുടെ വഴിയൊക്കെ അതങ്ങനെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിനി ഇവിടുന്ന് തിരിച്ച് മെയിൻ റോഡിൻ്റെ ഭാഗത്തോട്ട് പോകാം കേട്ടോ. അങ്ങനെ അതിന് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഈ ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല തിരക്കായി തുടങ്ങി. ഒരുപാട് പേര് കയറി പോകുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് കുറച്ച് മുകളിലോട്ട് പോയി നോക്കാം. എന്നിട്ട് എവിടെയെങ്കിലും ഫുഡ് കഴിച്ചിട്ട് തിരിക്കാം കേട്ടോ. നമ്മളങ്ങനെ നീഡിൽ റോക്ക് വ്യൂ പോയിൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് തിരിച്ചിറങ്ങി കേട്ടോ. നമ്മൾ നാടുകാണി ചുരത്തിൻ്റെ ഭാഗത്ത് എത്താറായി. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഹോട്ടലിൻ്റെ ഭാഗത്തോട്ട് വന്നു കേട്ടോ. അപ്പം നമ്മളിനി നേരെ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് നേരെ നിലമ്പൂർ ഭാഗത്തോട്ട് പോവാണ്. ഇവിടുന്ന് ഏകദേശം 50 കിലോമീറ്ററും കൂടി ഉണ്ട് നിലമ്പൂർ ഭാഗത്തോട്ട്. അപ്പം തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതുപോലെ വീഡിയോ പരമാവധി ഷെയറും കൂടെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയ കുറച്ച് കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.